എല്ലാവർക്കും ട്രാവൽ വിത്ത് ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? മൂന്നാർ KSRTC സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ്. നമുക്ക് ഇവിടെ നിന്നും ഇനിയും കാന്തല്ലൂർ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? കണ്ണെടുക്കാനാവാത്ത കാഴ്ചകളുടെ പർദീസ തന്നെയാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, നഷ്ടമാവില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്, നേച്ചർ സീസൺ ഹോളിഡേയ്സ്. മൂന്നാർ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ മാറി ഏലത്തോട്ടങ്ങളുടെ നടുവിലായിട്ടാണ് ഈ ഒരു സ്റ്റേ ഉള്ളത്. 1000 രൂപയ്ക്ക് താഴെ 4 പേർക്ക് വരെ താമസിക്കാവുന്ന റൂമുകളാണ് ഇവിടെയുള്ളത്. 24 മണിക്കൂർ നമുക്കിവിടെ വൈഫൈ ഉണ്ട്, വാഹന പാർക്കിംഗ് ഏരിയ, പിന്നെ റൂമിലാണെങ്കിലും ഒരു ടേബിളും 2 ചെയറും, ഫ്രീ ആയിട്ട് കുടിവെള്ളവും, അങ്ങനെ തുടങ്ങി ഒരു ബാൽക്കണി വരെയുള്ള സൗകര്യങ്ങൾ ഈ ഒരു പ്രൈസിൽ ഇവിടെ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഈ കോട്ടേജ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. പിന്നെ മുൻകൂട്ടി പറയുന്നവർക്ക് ഹോംലി ഫുഡും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴും മൂന്നാർ ടൗണിൽ നിന്നൊക്കെ മാറി സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് മുതുവാൻകുടിയിലുള്ള നേച്ചർ സീസൺസ് ഹോളിഡേ. കാന്തല്ലൂരിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് രാവിലെ 7 മണിക്കാണ്. മൂന്നാർ വന്നിട്ട് പലരും ടൗണിൽ ചുറ്റിക്കറങ്ങി പോവുകയാണ് പതിവ്. മൂന്നാറിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന മനോഹരമായ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, കാന്തല്ലൂർ പോലെ എവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ മൂന്നാറിൽ നിന്നും രാവിലെ മാക്സിമം നേരത്തെ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. യാത്രയിലെ ആദ്യ സ്പോട്ടാണ് ഇരവികുളം നാഷണൽ പാർക്ക്. വരയാടുകളെ അടുത്ത് കാണാനുള്ള ചാൻസ് ഒക്കെ ഇവിടെയുണ്ട്. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ മഴച്ചാറ്റിലായതിനാൽ ഞങ്ങൾ ഇവിടെ കയറിയില്ല. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുടെ മനോഹര ദൃശ്യങ്ങളാണ്. മഴച്ചാറ്റിലുള്ളത് കൊണ്ട് തന്നെ കോടമഞ്ഞിനും ഒട്ടും കുറവില്ല. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. എല്ലാം കൊണ്ടും തണുത്തു വിറച്ചൊരു യാത്ര തന്നെയാണിത്. നമ്മുടെ യാത്രയിലെ മറ്റൊരു സ്പോട്ടാണ് ലക്കം വാട്ടർഫാൾസ്. 50 രൂപയുടെ എൻട്രി പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനുള്ളിലേക്ക് പോകുവാൻ. കുത്തനെയുള്ളൊരു വെള്ളച്ചാട്ടമാണ്, അതിലിറങ്ങി കുളിക്കുവാനൊക്കെ പറ്റും. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ ഇവിടെയുണ്ട്. മഴ കുറച്ച് ശക്തമായതുകൊണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം ദൂരെ നിന്നൊന്ന് കാണാൻ മാത്രമേ ഞങ്ങൾക്കും സാധിച്ചുള്ളൂ. കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളും വാഗമരങ്ങളും പിന്നെ തഴുകിയെത്തുന്ന കോടമഞ്ഞും, ഇതൊക്കെ പോരെ അമ്പാനെ ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ച് മനസ്സ് നിറയാൻ. യാത്രയിലെ മറ്റൊരു മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. പിന്നെ ഇപ്പോൾ സമയം രാവിലെ 9:40. ഞങ്ങളുടെ മിസ്റ്റർ ജൂനിയർ 1 വർഷം മുമ്പ് ജനിച്ച സമയമാണ് കേട്ടോ. അൻവിതിൻ്റെ 1ാം പിറന്നാൾ കൂടിയാണ് ഇന്ന്. കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഈ ഒരു സമയത്ത് കട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ രാവിലെ തന്നെ മൂന്നാറിൽ നിന്നും ഇറങ്ങിയത് കൊണ്ട് ആ സമയത്ത് ബേക്കറീസ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല.
എന്നാലും ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് മൂന്നാറിൽ നിന്നും തന്നെ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പോയി റൂമിൽ വെച്ച് കട്ട് ചെയ്തൊക്കെ ആഘോഷിച്ചു. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നതും കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇങ്ങനൊരു യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോഴ് മറയൂർ വരെ ആയിട്ടോ. ചന്ദനമരങ്ങൾ നിറഞ്ഞ വനത്തിലൂടെയുള്ള ഈ യാത്രയിൽ മാനുകളെയും കാട്ടുപോത്തിനെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാനാകും. ഈ പാലം കയറി നമ്മൾ ചെല്ലുന്നത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. കേരളത്തിന്റെ കാശ്മീർ എന്നാണ് കാന്തല്ലൂർ അറിയപ്പെടുന്നത്. കൂടാതെ ആപ്പിൾ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലവും കാന്തല്ലൂരാണ്. ആപ്പിൾ മാത്രമല്ല കേട്ടോ, ഓറഞ്ചും സ്ട്രോബെറിയും പിന്നെ ധാരാളം വെജിറ്റബിൾസും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് കാന്തല്ലൂർ. നമ്മുടെ അടുത്ത സ്പോട്ടാണിത്, ആനക്കോട്ടപ്പാറ. ഒരാൾക്ക് 20 രൂപയാണ് ഇതിനുള്ളിലേക്ക് കയറുന്നതിനുള്ള പാസ്. 13 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ പാസ്സാണ്. ഇവിടെ എത്തിയിട്ടും മഴയ്ക്ക് വലിയ കുറവൊന്നുമില്ല കേട്ടോ. ഇത്രയും ദൂരം വന്നിട്ട് ഒരു സ്പോട്ടും ഞങ്ങൾക്ക് കയറാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇവിടെ എന്തായാലും കയറുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് അരുണ മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പാറപ്പുറത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ ഇടത്ത് സൈഡിലായിട്ട് ഇതുപോലെ ചെറിയ കാടുള്ള ഒരു സ്ഥലമുണ്ട്. ചെറിയ വള്ളിച്ചെടികൾ പോലെയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. അധികം പൊക്കമൊന്നുമില്ല. എന്നാലും ഇതിനകത്തോട് ഇങ്ങനെ നടന്നു പോകുന്നത് നല്ല രസമുണ്ട്. ഈ ഒരു സ്ഥലം അതുകൊണ്ട് ഇവിടെ വരുന്നവരാരും മിസ് ചെയ്യരുത്. ചെറിയൊരു വഴിയാണ്, പെട്ടെന്ന് കാണത്തില്ല. എന്നാലും ഇതുവഴി ഇറങ്ങി നമുക്ക് അപ്പുറം പാറയുടെ ആ ഭാഗത്ത് തന്നെ ചെല്ലാൻ പറ്റും. ആനക്കൊട്ടപ്പാറയുടെ മെയിൻ അട്രാക്ഷനാണ് ഈ മുനിയറകൾ. ശിലായുഗ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത്. പഴനി മലകളിലും ഇതുപോലെയുള്ള ധാരാളം മുനിയറകളുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇവിടുത്തെ മുനിയറകളുടെയും നിർമ്മാണം. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഒരു അതിശയമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? മുനിയറയുടെ മുകളിലത്തെ ഈ മേൽക്കൂര പോലെയുള്ള പാറക്കഷ്ണം കണ്ടില്ലേ? ഇതെങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എടുത്തു വെച്ചു എന്നുള്ളതാണ്. ഒറ്റ പീസാണ് ഇത്, ജോയിന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഒരുപക്ഷെങ്കിൽ ഈ പാറകളിൽ നിന്നും തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എത്തുന്നവരെ ആശ്ചര്യപ്പെടുത്തുന്നതും ഈ നിർമ്മാണ രീതിയൊക്കെ ആയിരിക്കും. ഒട്ടനവധി മുനിയറകളാണ് ഈ ആനക്കൊട്ടപ്പാറയിലുള്ളത്. പലതും നശിച്ചുപോയ അവസ്ഥയിലാണ്. ഈ മുനിമാര് തപസ് ചെയ്യാനാണ് ഇങ്ങനെ അറകൾ നിർമ്മിച്ചതെന്നും അതല്ല പ്രകൃതിക്ഷോഭത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാനായിട്ട് ഒരു കൂരയായി നിർമ്മിച്ചതാണെന്നുമെല്ലാം കരുതുന്നുണ്ട്. എങ്കിലും ഒന്നിനും യാതൊരു ഉറപ്പുമില്ല. അതിനുകൊണ്ടൊരു കാരണം, ഇതിന്റെ പഴക്കമെന്ന് പറയുന്നത് BC 3000-നും BC 14,000-നും ഇടയിലുള്ള കാലഘട്ടങ്ങളാണ് എന്നുള്ളതാണ്.
മലമുകളിൽ പിന്നീട് സ്ഥാപിതമായ ചെറിയൊരു ക്ഷേത്രവും ഒരു കുരിശടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പാറപ്പുറത്ത് നിന്നുള്ള ഒരു കാഴ്ചയും നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ ആനക്കോട്ടപ്പാറ. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണിത്. ലൈവായിട്ട് നമുക്കിവിടെ ശർക്കര ഉണ്ടാക്കുന്നത് കാണാം. വലിയൊരു പാത്രത്തിൽ ശർക്കര ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ശർക്കരയും ചുക്കു ചേർന്ന ശർക്കരയും ഇവിടെ നിന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് വാങ്ങാം. സാധാരണ നാടൻ ശർക്കരയ്ക്ക് 80 രൂപയും ചുക്ക് ചേർന്നതിന് 150 രൂപയുമാണ് കിലോയ്ക്ക് റേറ്റ് വരുന്നത്. എന്തായാലും രണ്ടിൻ്റെയും ഓരോ കിലോ വീതം ഞങ്ങളും വാങ്ങി. കാന്തല്ലൂർ ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് കണ്ട മറ്റൊരു വെള്ളച്ചാട്ടമാണിത്. പെട്ടെന്ന് ഇതങ്ങനെ ശ്രദ്ധിക്കത്തില്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് കണ്ടത്. ഒരുപക്ഷെ നല്ല മഴയുള്ളപ്പോൾ മാത്രം ഉള്ളതാകാനാണ് സാധ്യത. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ഒരു രക്ഷയുമില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് മൂന്നാറിൽ നിന്ന് തുടങ്ങിയ യാത്ര ഉച്ചയ്ക്ക് 2 മണിയോടെ സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാന്തല്ലൂർ എന്ന തമിഴ് ചൊവ്വയുള്ള കാർഷിക ഗ്രാമത്തിലെത്തി. ഇവിടെ ധാരാളമായിട്ട് കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ. പക്ഷേങ്കിൽ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തോട്ടങ്ങളിലൊന്നും വലുതായിട്ടൊന്നും ഇല്ല എന്നാണ് ഇവിടെ തിരക്കിയപ്പോൾ അറിഞ്ഞത്. അപ്പോൾ കാന്തല്ലൂർ സന്ദർശിക്കാൻ വരുന്നവർക്ക് അനുയോജ്യമായ സമയങ്ങളെന്ന് പറഞ്ഞത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കണ്ട കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.